വെൽക്കം ടു ജയ്ജൂസ് ഹോം വീഡിയോസ്. ജയ്ജുവിൻ്റെ ഹോം വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടുവളപ്പിലെ മണ്ണിര കമ്പോസ്റ്റിംഗ്. ഇതാണ് എൻ്റെ മണ്ണിര കമ്പോസ്റ്റ് ബിൻ. ഈ കമ്പോസ്റ്റ് ബിൻ നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിനുള്ളിൽ ധാരാളം മണ്ണിരകളെ കാണാം. ഇവയാണ് ഇവിടുത്തെ തൊഴിലാളികൾ. മുകളിൽ കാണുന്നത് വേം ബ്ലാങ്കറ്റ് എന്ന് വിളിക്കപ്പെടുന്ന മോയ്സ്ചർ നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു തരം ബ്ലാങ്കറ്റാണ്. എന്തെല്ലാമാണ് മണ്ണിരകൾക്ക് കൊടുക്കാൻ കഴിയുക? മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. നാം മണ്ണിര കമ്പോസ്റ്റിൻ്റെ ബിന്നിൽ നിക്ഷേപിക്കുന്ന പാഴ്വസ്തുക്കളെ അവ ഭക്ഷിക്കുകയും അതിനെ രണ്ട് ബൈ പ്രൊഡക്റ്റുകളാക്കി മാറ്റുകയും ചെയ്യുന്നു. ഒന്ന്, ചായപ്പൊടി രൂപത്തിൽ കാണപ്പെടുന്ന ഈ കാസ്റ്റിംഗ് അഥവാ വേം കാസ്റ്റ്, കൂടാതെ ദ്രാവക രൂപത്തിൽ പുറത്തു വരുന്ന വേം ജ്യൂസ് എന്നറിയപ്പെടുന്ന ലിക്വിഡും. ഇത് രണ്ടുമാണ് ഇവിടുത്തെ പ്രൊഡക്ട്സ്. മണ്ണിരകൾക്ക് എന്തെല്ലാം കൊടുത്തുകൂടാ എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. കമ്പോസ്റ്റ് ബിന്നിൻ്റെ ഏറ്റവും മുകളിലത്തെ തട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിന് താഴെയായിട്ടുള്ള രണ്ടാമത്തെ തട്ടാണിത്. ഇവിടെ ഓൾമോസ്റ്റ് പ്രോസസ്സിങ് കഴിഞ്ഞതാണ്. 1-2 ആഴ്ചയ്ക്കുള്ളിൽ ഈ കമ്പോസ്റ്റ് നമുക്ക് പുറത്തെടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മിക്കവാറും എല്ലാം കമ്പോസ്റ്റായി മാറപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ്. എല്ലാം തന്നെ മണ്ണിരകൾ ഭക്ഷിച്ച് കമ്പോസ്റ്റാക്കി മാറ്റിയിരിക്കുന്നു. ഇവിടുത്തെ രണ്ടാമത്തെ ബൈ പ്രൊഡക്റ്റായ വേം ജ്യൂസ് എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ കാണുന്ന ടാപ്പ് തുറന്നിട്ടാണ് ഈ വേം ജ്യൂസ് കളക്ട് ചെയ്യേണ്ടത്. ഇപ്രകാരം ഈ ദ്രാവകം ആഴ്ചയിൽ ഒന്നെങ്കിലും കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ മനസ്സിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ടായിരിക്കും, എന്തിനാണ് വേം ജ്യൂസ് ഉപയോഗിക്കുന്നതെന്ന്. ഇത് 1:10 റേഷ്യോയിൽ, അതായത് 1 ഭാഗം വേം ജ്യൂസ് 10 ഭാഗം വെള്ളം എന്ന രീതിയിൽ മിക്സ് ചെയ്ത് ചെടികൾക്ക് വളമായും കീടനാശിനിയായും ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചിരിക്കുന്ന ഈ കാർഡ്ബോർഡ് കഷ്ണങ്ങളാണ് ഞാനിപ്പോൾ മണ്ണിരയ്ക്ക് ഫീഡ് ചെയ്യുന്നത്. എത്രത്തോളം ചെറുതാക്കി മുറിക്കാൻ കഴിയുമോ അത്രയും കമ്പോസ്റ്റിംഗ് വേഗത്തിൽ നടക്കും. കമ്പോസ്റ്റ് ബിന്നിലെ ഹ്യൂമിഡിറ്റി ഒരു 70% മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാർഡ്ബോർഡ് നിറച്ചതിന് ശേഷം വാട്ടറിംഗ് ക്യാൻ ഉപയോഗിച്ച് നല്ലവണ്ണം നനച്ചു കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ച് നമുക്ക് കാത്തിരിക്കാം.
ഒരു പരിധിയിലധികം ചൂടോ തണുപ്പോ ഉള്ള സ്ഥലങ്ങളാണ് താമസിക്കുന്നതെങ്കിൽ ഈ കമ്പോസ്റ്റ് ബിൻ വളരെ സുരക്ഷിതമായി വെയിലും തണുപ്പും തട്ടാതെ സംരക്ഷിക്കണം. ഒരാഴ്ചയ്ക്ക് ശേഷം ഒന്ന് തുറന്നു നോക്കിയാലോ? മണ്ണിരകൾ അവരുടെ പണി തുടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായി തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. വീണ്ടും അടച്ചു വെച്ച് നമുക്കിനിയും കാത്തിരിക്കാം. ഏതായാലും വന്നതല്ലേ, കുറച്ച് ജ്യൂസും കൂടി എടുത്തേക്കാം.